മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. യോഗി ആദിത്യനാഥിനെതിരെ നമ്മുടെ കേരളത്തില് യോഗി ആദിത്യനാഥ് ഇന്ന മതത്തിനെതിരെയാണ്, അങ്ങനെ എന്തൊക്കെ കള്ള പ്രചരണങ്ങളാണ് ഇവിടെ നിരന്തരം നടക്കാറുള്ളത്. യഥാർത്ഥത്തിൽ ഈ ഉത്തർപ്രദേശിലെ മുസ്ലിങ്ങളായിട്ടുള്ള സ്ത്രീകള് എന്താണ് പറയുന്നത് എന്നതിന്റെ ഒരു ലേറ്റസ്റ്റ് തെളിവാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കുന്നത്. ഞാൻ ഏതായാലും ഒരു 10-20 സെക്കൻഡ് മാത്രം ആദ്യം ഒന്ന് ഇവിടെ കൊടുക്കാം. അതിനുശേഷം അവർ പറഞ്ഞതിന്റെ പൂർണ്ണ രൂപം പരിഭാഷപ്പെടുത്തി വായിച്ചു കേൾപ്പിക്കാം. നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ചെറിയൊരു ഭാഗമാണ്. औरत सुरक्षित नहीं थी। आप कहीं जाने के लिए 100 बार सोचते थे अरे यूपी में जाना पड़ेगा, नहीं रोड ऐसे होंगे। आप आज के टाइम पर देखिए कि दिल्ली को फेल कर दिया यूपी ने, कि ऐसे रोड बन चुके हैं इन 9 सालों में कि आप जहां 2 घंटे में पहुंच सकते थे वहां आप 45 मिनट में पहुंच जाते हो। दूसरी बात कि औरत बाहर निकलने से पहले 100 बार सोचती थी। आज हर औरत को ये पता है कि अगर हमें किसी ने कुछ कह दिया तो बस समझ लेना कि उसका काउंटडाउन शुरू है, क्योंकि ये योगी सरकार है. നിങ്ങൾ കേട്ടില്ലേ? ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിക്കുകയാണ്, മുസ്ലിം സ്ത്രീ അതിന് മറുപടി പറയുകയാണ്. ഞാനിങ്ങനെ മതമൊക്കെ എടുത്തു പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല, ഇവിടെ ഇന്ന മതത്തിനെതിരെയാണോ യോഗി ആദിത്യനാഥ് എന്നല്ലേ ഇവിടെയുള്ള കുറെ സുഡാപ്പികൾ പ്രചരിപ്പിക്കുന്നത്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ അവിടെ എന്താണ് എന്ന് വ്യക്തമാക്കാൻ മുസ്ലിം സ്ത്രീകൾ എന്ന് തന്നെ എടുത്തു പറയാം. കൃത്യമായിട്ട് മാധ്യമ പ്രവർത്തകൻ ചോദിക്കുന്നു, 9 വർഷങ്ങൾക്ക് മുമ്പ് യു പി എങ്ങനെയായിരുന്നുവെന്ന് പറയൂ. അതായത് അന്തരീക്ഷം എന്തായിരുന്നു? ഉത്തർപ്രദേശ് കഴിഞ്ഞ 9 വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെയായിരുന്നു? യോഗി ആദിത്യനാഥ് അധികാരത്തിലെത്തുന്നതിന് മുമ്പ് വരെ എങ്ങനെയായിരുന്നു ഉത്തർപ്രദേശ്? അതിനാ മുസ്ലിം സ്ത്രീ മറുപടി കൊടുക്കുന്നതാണ്. ഇവിടെ ഗുണ്ടാ സംഘങ്ങൾ ഉണ്ടായിരുന്നു, സ്ത്രീകൾ സുരക്ഷിതരല്ലായിരുന്നു. നിങ്ങൾ എവിടെയും പോകുന്നതിന് മുമ്പ് 100 തവണ ചിന്തിക്കുമായിരുന്നു. നിങ്ങൾ യു പിയിലേക്ക് പോകേണ്ടതില്ല, റോഡുകൾ വളരെ മോശമാണ്. ഇന്ന് ഡൽഹിയിലെ റോഡുകൾ പോലെ ഇവിടെയും നല്ല റോഡുകളായി. എത്ര സുന്ദരമായിട്ടാണ് ആ മുസ്ലിം സ്ത്രീ കാര്യങ്ങൾ തുറന്നു പറയാ. മുമ്പ് ഇവിടെ ഒരു തരത്തിലുള്ള സ്വാതന്ത്ര്യവും സ്ത്രീകൾക്കില്ലായിരുന്നു, ഗുണ്ടകളായിരുന്നു അടക്കി ഭരിച്ചത്. രാജ്യത്തെ പ്രതിപക്ഷം ഉത്തർപ്രദേശ് അടക്കി ഭരിച്ചിരുന്ന കാലത്തെ കുറിച്ചാണ് മുസ്ലിം സ്ത്രീകൾ വിളിച്ചു പറയുന്നത്. ആ പ്രതിപക്ഷമാണ് ഉത്തർപ്രദേശിൽ ഇന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടാണോ എന്ന് പറയുന്നത്. എന്നാൽ അവിടെയുള്ള മുസ്ലിം സ്ത്രീകൾ പറയുന്നത് കഴിഞ്ഞ 9 വർഷങ്ങൾക്ക് മുമ്പ് നരകതുല്യമായിരുന്നു പ്രതിപക്ഷം ഉത്തർപ്രദേശ് ഭരിച്ച സമയത്ത് എന്ന്. തുടർന്നവരും കൃത്യമായിട്ട് പറയുന്നു, ഈ 9 വർഷത്തിനുള്ളിൽ യു പി വളരെയധികം പുരോഗതി കൈവരിച്ചു. മുൻപ് നിങ്ങൾക്ക് 2 മണിക്കൂറിനുള്ളിൽ എത്താൻ കഴിയുമായിരുന്ന സ്ഥലത്ത് ഇന്ന് 45 മിനിറ്റിനുള്ളിൽ എത്തിച്ചേരാനാകും. എത്ര സുന്ദരമായിട്ടാണ് അവര് കൃത്യമായിട്ട് അവിടെ നടപ്പിലായ വികസനം. ഇവിടെ ഇടത് സർക്കാർ ചെയ്യുന്നത് പോലെ പരസ്യം ചെയ്യേണ്ടി വരുന്നില്ല. അവിടുത്തെ ജനങ്ങൾ കൃത്യമായിട്ട് എടുത്തു പറയുന്നതാ നിങ്ങൾ ഈ കേട്ടിട്ടുള്ളത്. തുടർന്ന് നോക്കാം. രണ്ടാമതായി, സ്ത്രീകൾ പുറത്തു പോകുന്നതിന് മുമ്പ് 100 തവണ ചിന്തിക്കുമായിരുന്നു. ഇന്ന് ആരെങ്കിലും നമ്മളോട് എന്തെങ്കിലും പറഞ്ഞാൽ അവരുടെ ജോലി ആരംഭിച്ചു എന്ന് മനസ്സിലാക്കുക. കാരണം ഇത് യോഗി സർക്കാരാണ്. അതായത് ഇന്നൊരു സ്ത്രീ പൊതു സ്ഥലത്തൂടെ നടന്നു പോകുന്ന സമയത്ത് ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ ഉറപ്പാണ് അവിടെ പോലീസ് ആ പണി തുടങ്ങിയിട്ടുണ്ടാവും. ആരാണോ അവരെ വേട്ടയാടാണ്. അതിനിവിടെ ബുൾഡോസർ രാജ് എന്നും പല രീതിയിൽ പല കോലത്തിൽ വിളിച്ച് പറയും. പക്ഷെ യോഗി ഭരിക്കുന്ന ഉത്തർപ്രദേശിൽ ഒരു പെൺകുട്ടിക്ക് നേരെ, ഒരു സ്ത്രീക്ക് നേരെ ആര് വിരൽ ചൂണ്ടി ആക്രമണം നടത്തിയാലും വിടൂല. ഒരു തർക്കമില്ല. ഇത് വെറുതെ പറയുന്നില്ല. ആർക്ക് വേണമെങ്കിലും തങ്ങളുടെ കയ്യിലെ സ്മാർട്ട് ഫോൺ ഒന്ന് എടുത്തിട്ട് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ഉത്തർപ്രദേശിൽ ഒരു സ്ത്രീയെ ഗുണ്ടകൾ, സ്ത്രീ ആര് ബുദ്ധിമുട്ടാക്കിയാലും എന്താണ് അവിടുത്തെ അവസ്ഥ എന്ന് ഉപദ്രവിച്ചവരെ തീർത്ത തന്നെ എത്ര വാർത്തകളുണ്ട്. കൃത്യമായിട്ട് സ്ത്രീകൾ തെളിവ് സഹിതം രംഗത്തെത്തി വിളിച്ചു പറഞ്ഞാൽ അവിടെ പോലീസും നടപടിയാ. അതിൽ പിന്നെ ഒരു തർക്കമില്ല. തുടർന്ന് നോക്കാം എന്താണ് അടുത്തതായിട്ട് റിപ്പോർട്ടർ കൃത്യമായിട്ട് ചോദിക്കുകയാണ്. അപ്പോൾ ഈ സർക്കാരിന് കീഴിൽ എന്താണ് സംഭവിക്കുന്നത്? ആ മുസ്ലിം സ്ത്രീ കൃത്യമായിട്ട് എടുത്തു പറയുന്നു, മുമ്പ് സ്കൂളിൽ പോകുന്ന പെൺകുട്ടികളെ ഉപദ്രവിച്ചിരുന്നു. ഇപ്പോൾ അവർ ഉപദ്രവിക്കപ്പെട്ടാൽ
അതായത് അവർ ഒരു ചുവന്ന സിഗ്നൽ ഒരാളെ ഉപദ്രവിക്കുകയോ മറ്റൊരു ചുവന്ന സിഗ്നലിൽ പോലീസ് അവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഒരു ട്രാഫിക് സിഗ്നലിൽ നിന്നൊരു ആക്രമണം നടത്തിയാൽ, ഉപദ്രവിച്ചാൽ, അടുത്ത സിഗ്നലിനെത്തുന്നതിന് മുമ്പ് കൃത്യമായിട്ട് യു പി പോലീസ് ആ ഉപദ്രവിച്ചവരെ പൊക്കിയിരിക്കുമെന്ന് ഒരു സ്ത്രീ പറയും. എത്രത്തോളം അഭിമാനത്തോടു കൂടിയാണ് ഒരു സ്ത്രീ തന്റെ ഭരണാധികാരിയെ കുറിച്ച് പറയുന്നത്. ഇതത്ര സുന്ദരമാണ്. ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥ് അധികാരത്തിലെത്തുന്നതിനൊക്കെ മുമ്പ് എന്തായിരുന്നു ഉത്തർപ്രദേശ് എന്നൊക്കെയുള്ള ഇവിടെയുള്ള ബിസിനസ്സുകാരോട്, ഉത്തർപ്രദേശിലൊക്കെ പോയിട്ട് ജോലി ചെയ്യുന്ന ആളുകളോടൊക്കെ ഒന്ന് ചോദിച്ചാൽ മതിയും, അവരും ഇതേപോലെ പറയും. എത്ര അഭിമാനത്തിലാണ് ഒരു സ്ത്രീ പറയാ, കൃത്യമായിട്ട് പറയാ. ഒരു ട്രാഫിക് സിഗ്നലിൽ നിന്ന് ഒരു പെൺകുട്ടിയെ ഉപദ്രവിച്ചാൽ അടുത്ത സിഗ്നലിൽ എത്തുന്നതിന് മുമ്പ് ആ ഉപദ്രവിച്ചവനെ തൂക്കിയിരിക്കും, പിടിച്ചിരിക്കും. എത്ര സുന്ദരമാണ്, എത്ര അഭിമാനത്തിലാണ് ആ സ്ത്രീ തന്റെ ഭരണാധികാരിയെ കുറിച്ച് വിളിച്ചു പറയുന്നത്. ഇതാണ് തുടർന്ന് അവർ പറയുന്നത്, ഒരാൾ പരാജയമായിട്ട് പോയാൽ, ഒരു സ്ത്രീ പരാജയമായിട്ട് പോയാൽ ആ പരാതി എടുത്തിട്ട് ആരാണോ ഉപദ്രവിച്ചത് അവര് വെറുതെ വിടില്ല. അതാണ് യോഗി സർക്കാർ കൃത്യമായിട്ട്. ഒരു മുസ്ലിം സ്ത്രീ എന്ന് പറയുന്നത് നമ്മൾ എന്തിനാ ഇതിങ്ങനെ എടുത്തു പറയുന്നത്? ഇവിടെ മുസ്ലിങ്ങൾക്ക് ബുദ്ധിമുട്ടാണോ, അങ്ങനെയാണോ, ആനയാണോ, കുതിരയാണോ എന്ന് പറയുന്നവരിത് കേൾക്കണോ? തുടർന്ന് നോക്കാം. കൃത്യമായിട്ട് റിപ്പോർട്ടർ മറ്റൊരു ചോദ്യം ചോദിക്കുന്നു. യോഗി ആദിത്യനാഥ് ഇന്നലെ എന്താണ് പറഞ്ഞത്? കൃത്യമായിട്ട് ഉത്തരം പറയുന്നു. മുസ്ലിം സ്ത്രീ പറയുന്നു, സുഹൃത്തായാലും അപരിചിതനായാലും നിയമം എല്ലാവർക്കും തുല്യമാണെന്ന്. പള്ളികൾ തകർക്കപ്പെടുകയാണെന്ന് ആളുകൾ പറയുന്നു, ബുൾഡോസറുകൾ ഉപയോഗിക്കുന്നു, ക്ഷേത്രങ്ങൾ തകർക്കപ്പെടുന്നു. അടുത്തിടെ കുംഭമേളയിൽ എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾ കണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇതൊന്നും അവിടെ സംഭവിക്കാൻ പാടില്ലായിരുന്നു. അവിടെ ഈ ഗുരുക്കന്മാരെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയാണെങ്കിലും അത് ഇപ്പോഴും സംഭവിച്ചു. എന്തുകൊണ്ട്? കാരണം യോഗി ആദിത്യനാഥ് സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നു, അദ്ദേഹം ശരിക്ക് വേണ്ടി നിലകൊള്ളുന്നു, അദ്ദേഹം പക്ഷപാതമുള്ളവനല്ല, അദ്ദേഹം ഹിന്ദുക്കളോടോ മുസ്ലിങ്ങളോടോ പക്ഷപാതമുള്ളവനല്ല. ഒരു മുസ്ലിം തെറ്റ് ചെയ്താൽ അവർക്കെതിരെ നടപടിയെടുക്കും, ഒരു ഹിന്ദു തെറ്റ് ചെയ്താൽ അവർക്കെതിരെ നടപടിയെടുക്കും. ഒരു മുസ്ലിം സ്ത്രീ കൃത്യമായിട്ട് പറയാ, അവിടെ മുസ്ലിം പള്ളികളൊക്കെ തകർക്കപ്പെടുന്നു എന്നൊക്കെ ഇവിടെ പറയുന്നില്ലേ? ഈ രേഖയിലില്ലാത്ത, നമ്മുടെ അതിർത്തി പങ്കിടുന്ന ഒരു സംസ്ഥാന, ഈ രേഖയിലില്ലാത്ത ഏത് സ്ഥാപനങ്ങളാണെങ്കിലും അവിടെ കൃത്യമായിട്ട് അത് മാറ്റി പൊളിക്കും. അത് പൊളിക്കാൻ കൃത്യമായ ഉത്തരവിറക്കും. ആ ഉത്തരവിറക്കുന്നതും അതിന്റെ കാരണത്വം മറിച്ചു പിടിച്ചിട്ട് ഇവിടെ പറയോ മുസ്ലിം പള്ളി അങ്ങനെയാക്കിയോ ഇങ്ങനെയാക്കിയോ എന്ന് രേഖ വേണം. അത് കേരളത്തിലാണെങ്കിലും അങ്ങനെ തന്നെ. കേരളത്തിൽ അങ്ങനത്തെ പള്ളികളില്ല. പക്ഷേ ഉത്തർപ്രദേശിൽ ഈ പ്രതിപക്ഷം ഭരിച്ചിരുന്ന സമയത്ത് സുഡാപ്പികൾക്ക് വേണ്ടിയും ജിഹാദികൾക്ക് വേണ്ടിയൊക്കെ ഒരുപാട് കാലം നിലകൊണ്ടിരുന്നു. സകല മലയാളികളും തിരിച്ചറിയണം, യോഗി ഭരിക്കുന്ന ഉത്തർപ്രദേശിലെ മുസ്ലിങ്ങൾ കൃത്യമായിട്ട് യോഗി ആദിത്യനാഥിന് കൈയടിക്കുക, ഒരു തർക്കമില്ലാത്ത വിഷയം, കൈയടിക്കുക. മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, ഇവിടെ കേരളത്തിലെ ജനസംഖ്യ എന്ന് പറയുന്നത് 3.5 കോടി ജനങ്ങളാണ്. ഈ പറയുന്ന ഉത്തർപ്രദേശിലെ ജനസംഖ്യ, ഈ മുസ്ലിം ജനസംഖ്യ എന്ന് പറയുന്നത് 4.5 കോടി ജനങ്ങളാണ്. 4.5 കോടിയിലധികം മുസ്ലിങ്ങൾ മാത്രം ഉത്തർപ്രദേശിലുണ്ട്. അവർ സമാധാനത്തിലാണ് ഉത്തർപ്രദേശിൽ ജീവിച്ച്, അവിടെ ജോലി ചെയ്ത്, അവിടെ ബിസിനസ് ചെയ്ത്, അവിടെ സകലതും ചെയ്ത മുന്നോട്ട് പോകുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ കേരളത്തിലെ മുസ്ലിങ്ങളെ കണക്കെടുത്താൽ പോലും എത്ര ആളുകൾ പ്രവാസ ലോകത്തേക്ക് ഓടുന്നു, ഇവിടെ ഒരു മാന്യമര്യാദക്ക് ജോലിയില്ലാഞ്ഞിട്ട്. ഇതൊക്കെ മലയാളികൾ ചിന്തിക്കേണ്ടതാ. യോഗി ആദിത്യനാഥിന്റെ ഉത്തർപ്രദേശിൽ മുസ്ലിങ്ങളും എല്ലാ മതത്തിലുള്ള ആളുകളും സമാധാനത്തിലാണെന്ന് ഒരു മുസ്ലിം സ്ത്രീ ഇത്തരം ഒരുപാട് യൂട്യൂബ് ചാനലിലൊക്കെ ഒന്ന് എടുത്തു നോക്കിയാൽ ഇഷ്ടം പോലെ കാണാൻ സാധിക്കും. ഇഷ്ടം പോലെ മുസ്ലിം സ്ത്രീകൾ പരസ്യമായിട്ട് എത്തിയിട്ട് യോഗി ആദിത്യനാഥിന് കയ്യടി. ഇതൊരു യാഥാർത്ഥ്യമാണ്. യോഗി വന്നതിന് ശേഷമാണ് ഉത്തർപ്രദേശിൽ സമാധാനമുണ്ടായത് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട.